ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ കീ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2022 നടന്ന ഹൈക്കോടതി അസിസ്റ്റന്റിന്റെ ചോദ്യപേപ്പർ ഒന്ന് വിശകലനം ചെയ്യാൻ പോവാണ്. സോ ഈ ഒരു ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് ഭാഗത്തെ 50 ചോദ്യങ്ങളാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഈ 50 ചോദ്യങ്ങൾ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും ഏതൊരു നിലവാരത്തിലാണ് ചോദ്യം വരുന്നത്, ഏതൊക്കെ ഏരിയകളാണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടാവും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ദ പ്ലൂറൽ വേർഷൻ ഓഫ് മാഗ്നം ഓപ്പോസ്. മാഗ്നം ഓപ്പോസ് എന്നതിൻ്റെ പ്ലൂറൽ ഏതാണെന്നാണ് ചോദ്യം. ബഹുവചനം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ മാഗ്നം ഓപ്പോസ് എന്ന് പറയുന്നത് ഒരു ഫോറിൻ വേർഡാണ്. മാസ്റ്റർ പീസ് എന്നൊക്കെ അർത്ഥത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാസ്റ്റർ പീസ്. അപ്പോൾ ഒരു ഫോറിൻ വേർഡ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഫോറിൻ വേർഡ് എന്ന ഏരിയയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫോറിൻ വേർഡ് അത് പഠിക്കുക എന്നതിലുപരി ഏതൊക്കെ രീതിയിലാണ് അതിന് സിംഗുലർ പ്ലൂറൽ ഫോം എങ്ങനെയൊക്കെ വരുന്നു, അതിൻ്റെ ഒറിജിൻ ഏത് ലാംഗ്വേജിൽ നിന്നാണ്, അതിൻ്റെ മീനിങ് എങ്ങനെയാണ് അതിൻ്റെ ഒറിജിനിൽ നിന്നും വന്നത് എന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പഠനം തന്നെയാണ് നമ്മിൽ നിന്നും ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സോ മാഗ്നം ഓപ്പോസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 പദങ്ങളുണ്ടല്ലേ, മാഗ്നം ഓപ്പോസ്. അപ്പൊ ഇതിനെ പ്ലൂറൽ ആക്കുന്ന സമയത്ത് നമ്മൾ മാഗ്ന ഒപ്പേറ എന്നാ പറയുന്നത്. മാഗ്ന ഒപ്പേറ. ഓപ്ഷനിൽ നോക്കിക്കോളൂ, ഇവിടെ മാഗ്നം ഒപ്പേറ എന്ന് കാണുന്നുണ്ട്. ഇത് തെറ്റാണ്. രണ്ടും മാറും, 2 ഭാഗങ്ങളും മാറും. മാഗ്നം എന്ന ഭാഗത്തിനും വ്യത്യാസം ഉണ്ടാവും, ഓപ്പോസ് എന്ന ഭാഗത്തിനും വ്യത്യാസം ഉണ്ടാവും. മാഗ്നം ഒപ്പേറ എന്നാണ് ഉത്തരം വരുന്നത്. ദെൻ രണ്ടാമത്തെ ചോദ്യം, മൈ വൈഫ് വെന്റ് ടു ഡാഷ് ലാസ്റ്റ് വീക്ക് ടു സ്പീക്ക് ടു അവർ സൺസ് ടീച്ചർ. എൻ്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാ പോയത്? സ്പീക്ക് ടു അവർ സൺസ് ടീച്ചർ. എൻ്റെ മകൻ്റെ ടീച്ചറുമായിട്ട് സംസാരിക്കണം. അപ്പോൾ മകൻ്റെ ടീച്ചറുമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, മകൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് പോയിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ നോക്കിയേ, സ്കൂൾ, ദ സ്കൂൾ, ദെയർ സ്കൂൾ, ഹെർ സ്കൂൾ എന്നൊക്കെയാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യ എന്തായാലും ദെയർ സ്കൂളിലല്ല പോയത് അല്ലേ, അവരുടെ എന്ന് പറയാനായിട്ടില്ല, മകൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഹെർ സ്കൂൾ എന്ന് പറയുമ്പോൾ വൈഫിന്റെ സ്കൂളായി പോകും അല്ലെ, അവരുടെ സ്കൂൾ. അപ്പൊ അതുമല്ല ഉദ്ദേശം. പിന്നെ വന്നിട്ടുള്ളത് സ്കൂൾ, ദ സ്കൂൾ. അപ്പൊ ഈ ഓപ്ഷനിൽ ഒരു സ്ഥലത്ത് ആർട്ടിക്കിൾ ഉണ്ട്, ഒരു സ്ഥലത്ത് ആർട്ടിക്കിൾ ഇല്ല. അപ്പൊ മനസ്സിലാക്കുക, ഇത് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്ന ചോദ്യമാണ്. എല്ലാ വർഷവും ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ പോലുള്ള സ്ഥലങ്ങളിൽ അതിന്റെ പ്രൈമറി പർപ്പസിൽ അല്ലാതെ പോവുകയാണ് എങ്കിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളതാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ, കോളേജ് ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതിന്റെ പ്രൈമറി പർപ്പസിന് വേണ്ടി പോവുകയാണെങ്കിൽ അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സ്കൂളിൽ ഈ വൈഫ് പോയത്, മൈ വൈഫ് പോയത് അതിന്റെ പ്രൈമറി പർപ്പസിന് വേണ്ടിയാണോ? സ്കൂളിന്റെ പ്രൈമറി പർപ്പസ് എന്താ? സ്കൂളിൽ പഠിക്കാൻ പോവുക എന്നുള്ളതാണ്. ആ ഒരു ഉദ്ദേശത്തിനല്ല പോയത്. സോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഓക്കെ അല്ലേ? ദ സ്കൂൾ എന്നാ വരുന്നത്. ഇനി എൻ്റെ മകൻ പോയി, എൻ്റെ മോൻ സ്കൂളിൽ ദിവസവും പോകാറുണ്ട് എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചാൽ സ്കൂളിൽ ദിവസം പോകുന്നത് പഠിക്കാനാണല്ലോ, അപ്പൊ പ്രൈമറി പർപ്പസിനാണ് എന്നുള്ള ആ ഒരു ഉപയോഗത്തിലേക്ക് വരും. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല. സോ ഇത് ക്ലിയർ ആണെന്ന് വരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടിയാണിത്. ദെൻ അടുത്തത്, ഐ ഡോണ്ട് റിമെമ്പർ ഡാഷ് ദ ഇലക്ട്രിസിറ്റി ബിൽ. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഇലക്ട്രിസിറ്റി അടയ്ക്കണം എന്നുള്ളൊരു കാര്യം ഓർമ്മയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഓപ്ഷനില്ല പേ എന്ന് പറയുന്ന ആ ഒരു വെർബിന്റെ ഡിഫറെന്റ് ഫോം വന്നിട്ടുണ്ട്. ഇപ്പൊ റിമെമ്പർ എന്ന പദം, റിമെമ്പർ പോലുള്ള ചില പദങ്ങളുണ്ട്. ആ പദങ്ങൾക്ക് ശേഷം നമ്മൾ ING ഫോം ഓഫ് ദി വെർബ് അഥവാ ജെറണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ബി ആണ്, പേയിങ് ദ ഇലക്ട്രിസിറ്റി ബിൽ എന്നാണ് വരേണ്ടത് കേട്ടോ. അവിടെ പേയിങ് ഇന്ന് വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പേയിങ് ഓഫ്, അതായത് ഒരു ഫ്രൈസൽ വെർബ് വരേണ്ട ആവശ്യമില്ല, ഒരു ജെറണ്ട് വന്നാൽ മതി. കാരണം ഇവിടെ റിമെമ്പർ എന്ന് പറയുന്ന ഒരു വെർബ് വന്നു, അതിനുശേഷം നമുക്ക് ആ ഒരു നൗണ് പോലത്തെ ഒരു വേർഡാണ് വരേണ്ടത് അല്ലേ. ഇത്തരം ചില വെർബുകളുണ്ട്.
റിമെമ്പർ പോലുള്ള ചില വെർബുകൾ, അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഞാൻ സെപ്പറേറ്റ് ക്ലാസ്സിൽ തരുന്നതാണ്. അപ്പോൾ ഇത്തരം ചില വെർബുകൾക്ക് ശേഷം എപ്പോഴും ഒരു ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം ഓഫ് ദ വെർബ്. ING ഫോം ഓഫ് ദ വെർബ്. ഈ ING ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത് ഒരു നൗണിന്റെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പേയിങ് ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ദ വേർഡ് കോൺജറർ മീൻസ് എ പേഴ്സൺ ഹൂ. ഇപ്പൊ കോൺജറർ എന്ന് പറയുന്ന വാക്ക് ഏത് വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്, എങ്ങനെയുള്ള വ്യക്തിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ കാൻജറിങ് അല്ലെങ്കിൽ കോൺജറിങ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫിലിം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആ ഇംഗ്ലീഷ് ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് കുറെ മാജിക് ട്രിക്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷനിൽ A തന്നെ പെർഫോം മാജിക് ട്രിക്സ് ആണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻ കൂടി നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. B സെൽസ് ഇല്ലീഗൽ ഡ്രഗ്സ്, അതല്ല അല്ലെ, ഇല്ലീഗൽ ആയിട്ടുള്ള ഡ്രഗ്സ് വിൽക്കുന്ന ആളല്ല കോൺജറർ. വോൺ എ ഫൈറ്റ്, ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഒരു ഫൈറ്റിൽ വിജയിക്കുന്ന ആൾ എന്ന അർത്ഥത്തിനല്ല. ലീഡ്സ് എ കോൺവേ, ഇതൊന്നും അല്ല. എ പെർഫോം മാജിക് ട്രിക്സ്. ഓപ്ഷൻ A പെർഫോം എ മാജിക് ട്രിക്സ് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് when someone pulls a person's leg. ഇത് ഇഡിയമാണ്. ഇഡിയമിന്റെ കുറച്ച് PYQ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. then when someone pulls a person's leg, ഇപ്പൊ കാല് വലിക്കുക എന്നാണ് ഇതിന്റെ വാക്കർത്ഥം തോന്നുന്നത്. ഇഡിയംസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വേർഡ് എടുത്തു വെച്ച് നോക്കിയിട്ട് നമുക്ക് അർത്ഥം പറയാൻ കഴിയില്ല. ഇപ്പൊ പുൾ എന്ന് പറയുമ്പോൾ വലിക്കുക, എ പേഴ്സൺസ് ലെഗ്, ഒരു വ്യക്തിയുടെ കാല്, ഇങ്ങനെ അർത്ഥം നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊരു ശൈലിയാണ്. ഇത് ഇംഗ്ലീഷുകാർ, പ്രശസ്തരായിട്ടുള്ള ഏതെങ്കിലും സാഹിത്യകാരനോ അല്ലെങ്കിൽ നാട്ടുശൈലിയായിട്ടോ വന്ന ഒരു ഫ്രേസാണ്, ഒരു ഇഡിയമാണ്, കുറച്ച് വാക്കുകളുടെ കൂട്ടമാണ്. ഇത് നമുക്കൊരിക്കലും അർത്ഥം ഗസ് ചെയ്തെടുക്കാൻ കഴിയില്ല. അവരെന്തിനു വേണ്ടിയാണോ ഉപയോഗിച്ചത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് ആ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുക, അതേ കഴിയുള്ളൂ. അപ്പൊ പുൾസ് എ പേഴ്സൺ ലെഗ് എന്ന് പറഞ്ഞാൽ ജോക്കാണ് അല്ലെ, നമ്മൾ പറയില്ലേ JK, ജസ്റ്റ് കിഡിങ് എന്ന് പറയില്ലേ. അപ്പൊ തമാശ പറയുന്നതിനാണ്, അല്ലെങ്കിൽ ഒരാളെ പരിഹസിക്കുന്നതിന്, തമാശ പറയുന്നതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആക്ട് ഓഫ് ഹാം അല്ല, അല്ലെങ്കിൽ ആക്ട് ഓഫ് ലവ്, ആക്സിഡന്റ് ഒന്നും അല്ല. ചില ആളുകൾ ഇങ്ങോട്ടേക്ക് പോകും, കാല് വലിക്കുക എന്ന് പറയാൻ അയാളെ അപകടത്തിൽപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിനല്ലേ എന്നൊക്കെ ചിന്തിക്കാം. അങ്ങനെ അല്ല, അത് അല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. തമാശ പറയുന്നതിനാണ് പുൾ എ പേഴ്സൺസ് ലെഗ് എന്ന് പറയുന്നത്. അടുത്തത് അമിത് ഓൾവേസ് ടേക്സ് ആൻ അംബ്രല്ല. അമിത് എപ്പോഴും ഒരു കുട എടുക്കും. എന്തിനു വേണ്ടി? മഴ പെയ്താലോ എന്നുള്ളൊരു സാഹചര്യവശാല് മഴ പെയ്താലോ എന്നുള്ളൊരു ഉദ്ദേശത്തില്. അപ്പോ ഇൻ കേസ് ഇറ്റ് റൈൻസ് ആണ്. ഇനിയൊരു മഴ പെയ്താലോ അല്ലെ. ഇൻഫാക്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിൽ എന്നുള്ള അർത്ഥത്തിനാണ് അല്ലെ. ഇൻഫിയർ പേടിച്ചുകൊണ്ട് അല്ലെ, മഴയെ പേടിച്ച് കുട എടുത്തു എന്ന് പറയുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ നമ്മൾ നോക്കുക. മഴ പെയ്യാൻ ഒരു സാധ്യത ഉണ്ടല്ലോ, അല്ലെങ്കിൽ മഴ പെയ്താലോ എന്നുള്ള അർത്ഥത്തിന്, അല്ലെങ്കിൽ മഴയെ പേടിച്ച് എന്നുള്ള അർത്ഥത്തിന് നമുക്ക് പറയാൻ കഴിയില്ല. ഇൻ ഹോപ്പ്, മഴ പെയ്യും എന്ന് പ്രതീക്ഷിച്ച്, അതും പറയാൻ കഴിയില്ല. ഇൻ കേസ്, മഴ പെയ്താലോ, ഇൻ കേസ്. ഓക്കെ അല്ലേ? ഇത്തരം ഫ്രൈസുകൾ വരുന്ന സമയത്ത് മോസ്റ്റ് സ്യൂട്ടബിൾ ഏതാണ് അതിലേക്കാണ് നമ്മൾ പോവേണ്ടത്. ലെറ്റ്സ് ഗോ, ഇവിടെയാണ് ഡാഷ് വരുന്നത്. ഡാഷ് നെക്സ്റ്റ് വീക്ക്, നമുക്ക് അടുത്ത ആഴ്ച എന്തിനു പോകാം, ഫിഷിങ്ങിന് പോകാം എന്നാ കിട്ടേണ്ടത്. അപ്പൊ ലെറ്റ്സ് ഗോ ഫിഷിങ്. നേരത്തെ നമ്മൾ റിമെമ്പർ പറഞ്ഞതുപോലെ ഗോ കഴിഞ്ഞാൽ പിന്നെ ഫിഷിംഗ് എന്നുള്ള ജെറണ്ടാണ് വരേണ്ടത്. ഫോർ ഫിഷിംഗ് എന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ടു ഫിഷ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഫിഷിംഗ് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാവുന്നതാണ്. അടുത്തത് ഫോറൻസിക് ഓഡിറ്റ്. ഇത് വൊക്കാബുലറിയാണ്, ലീഗൽ വൊക്കാബുലറിയാണ് കേട്ടോ, നിയമപരമായിട്ടുള്ള വൊക്കാബുലറിയാണ്. ലീഗൽ വൊക്കാബുലറി എന്ന ഭാഗത്ത് നിന്ന് കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, ഒന്നിലധികം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ലീഗൽ വൊക്കാബുലറി അനുസരിച്ചിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫേഴ്സ് ടു എക്സാമിനേഷൻ, അതൊരു പരിശോധനയാണ്. എങ്ങനത്തെ പരിശോധന? ദ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ഓഫ് എനി ഇൻഡിവിജ്വൽ ഓർ ഫേം. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കമ്പനി, ഒരു ഫേമിന്റെയോ
എല്ലാവിധത്തിലുള്ള ഫിനാൻഷ്യൽ റെക്കോർഡുകളും പരിശോധിക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിന്റെയോ എല്ലാവിധമായിട്ടുള്ള സാമ്പത്തിക രേഖകളും പരിശോധിക്കുന്നതിനാണ് ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫോറൻസിക് എന്ന പദം കണ്ടിട്ട് ചില ആളുകൾ ഈ ഡെഡ് പേഴ്സൺ എന്ന് അല്ലെങ്കിൽ മർഡേർഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഉള്ള വാക്കുകളിൽ കുടുങ്ങി അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. ഡി അല്ല ഉത്തരമൊന്നും ആദ്യമേ അങ്ങ് ഉറപ്പിക്കും, ഇതിനെ കുറിച്ച് ധാരണ ഇല്ലാത്ത ആളുകൾ. കാരണം ഡിക്കകത്ത് മർഡറിനെ കുറിച്ചോ ഡെഡ് പേഴ്സണെ കുറിച്ചോ ഫോറൻസിക്കിനെ കുറിച്ചോ ഡിയിലേക്ക് എന്തായാലും ചില ആളുകൾ പോകില്ല. കാരണം അവിടെ ഡെഡ് പേഴ്സൺ അല്ലെങ്കിൽ മർഡേർഡ് പേഴ്സൺ, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള പദങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്ന് കരുതി അതിലേക്ക് പോകില്ല. ഡി എന്തായ ഓക്കെ. അപ്പൊ ഇതിൽ ഡിയിലേക്ക് എന്തായാലും പോകണ്ട. കാരണം അതിനകത്ത് ഫോറൻസിക് എന്നല്ലെങ്കിൽ ഡെഡ് പേഴ്സൺ, മർഡേർഡ് പേഴ്സൺ എന്ന ഉത്തരം വരുന്ന രീതിയിലൊന്നും വന്നിട്ടില്ല എന്ന് കരുതി പല ആളുകളും ഡി ഉത്തരമല്ല എന്ന് ആദ്യമേ ഉറപ്പിക്കും. അപ്പൊ മനസ്സിലാക്കുക, ഫോറൻസ് ഓഡിറ്റുന്നതിന് ഡെഡ് പേഴ്സൺ, മർഡേർഡ് പേഴ്സൺ എന്നതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ബന്ധമില്ല. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ ഫിനാൻഷ്യൽ റെക്കോർഡ് നമ്മൾ പരിശോധിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് നമുക്ക് ഫോറൻസിക് അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ അടുത്തത്, ഇതും ഒരു ഇഡിയം ആണ്, ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. അപ്പൊ ഇഡിയം നിന്ന് വീണ്ടും ഒരു ചോദ്യം കൂടി വരുന്നുണ്ടോ. ഇൻ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞാൽ ഇറഗുലർലി എന്നാണ്. ഇറഗുലർലി, കൃത്യമായിട്ടല്ലാതെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം കേട്ടോ. ഇറഗുലർലി, കൃത്യമായിട്ടല്ലാതെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ദെൻ പത്താമത്തത്, വിനി ഈസ് ദ സൗണ്ട് മെയ്ഡ് ബൈ. വിനി എന്ന് പറയുന്ന സൗണ്ട് ഏത് ആനിമലാണ് ഉണ്ടാക്കുന്നത്? അപ്പൊ ഇത് ആനിമൽ ആൻഡ് സൗണ്ട് എന്ന ഏരിയയിൽ നിന്നാണ്. മൃഗങ്ങളും അവ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളും. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും കേട്ടോ. ചോദ്യങ്ങളല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും, വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ വിനി എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന മൃഗം ഏത് എന്ന ചോദ്യം, ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച സമയത്ത് ഡിലീറ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം വിനി എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടാക്കുന്നത് ഹോഴ്സ് ആണ്, കുതിരയാണ്. അതിന് കുതിര, ഹോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനകത്ത് വന്നിട്ടില്ല. സോ
അവിടെ ഉത്തരം ഇല്ല. ഇവിടെ സീബ്ര ഉണ്ടാക്കുന്ന ശബ്ദം ബ്രേ ആണ്. ഓപ്ഷനിലുള്ള സൗണ്ടുകൾ കൂടി നമുക്ക് നോക്കി പോവാം. സീബ്ര ഉണ്ടാക്കുന്ന ശബ്ദം ബ്രേ ആണ്. ഔൾ ഉണ്ടാക്കുന്ന ശബ്ദം ഹൂട്ട് ആണ്. ഹൂട്ട് ആണ്. റാബിറ്റ് ഉണ്ടാക്കുന്ന ശബ്ദം സ്ക്വീക്ക് ആണ്. സ്ക്വീക്ക്. അതേപോലെ കങ്കാരു ഉണ്ടാക്കുന്ന ശബ്ദം ചോഡ്ലാണ്. CHORTLE ആണ് കേട്ടോ. സോ വിന്നി എന്ന് പറയുന്നത് ഹോഴ്സ് ഉണ്ടാക്കുന്ന ശബ്ദമാണ്. സീബ്ര ഉണ്ടാക്കുന്നത് ബ്രേ ആണ്. ഔൾ ഉണ്ടാക്കുന്നത് ഹൂട്ട് ആണ്. റാബിറ്റ് ഉണ്ടാക്കുന്നത് സ്പീക്ക് ആണ്. കങ്കാരു ഉണ്ടാക്കുന്നത് ചോഡ്ലാണ്. ഓക്കെ അല്ലോ. ദെൻ അടുത്തയിലേക്ക് പോകാം. Can you dash the principles of quantum mechanics? എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയുമോ, വിശദീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എക്സ്പ്ലെയിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്ത് പറയണ്ട, എക്സ്പ്ലെയിൻ ഫോറോ എക്സ്പ്ലെയിൻ വിത്ത് എക്സ്പ്ലെയിൻ ഓൺ ഇങ്ങനെ പ്രിപ്പോസിഷൻ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എക്സ്പ്ലെയിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വെർബുകളുണ്ട്. അപ്പോൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ചില വെർബുകൾക്ക് ശേഷം നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. അത്തരത്തിലുള്ള ഒരു വെർബാണോ എക്സ്പ്ലെയിൻ എന്ന വെർബ്. ഓക്കെ അല്ലേ. അതേപോലെ തന്നെ ചില വെർബിന് ശേഷം ചില നിശ്ചിത പ്രിപ്പോസിഷൻ മാത്രം ഉപയോഗിക്കും. അല്ലെങ്കിൽ ചില വെർബിന് ശേഷം പല പ്രിപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അത് അവിടെ വരുന്ന അർത്ഥവ്യത്യാസം പരിഗണിച്ചുകൊണ്ടാണ്, അവിടെ വരുന്ന യൂസേജ് പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ അതെല്ലാം നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്ന ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്തത് ദ മാച്ച് എൻഡഡ് ഇൻ എ ഡ്രോ ക്വസ്റ്റ്യൻ മാർക്ക് എന്നുണ്ട് ഒരു ഡാഷ്, ഒരു അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലെ, ഒരു കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഒരു സെന്റൻസിന് ശേഷം ഒരു കോമയും ഡാഷും ക്വസ്റ്റ്യൻ മാർക്കും കാണുകയാണെങ്കിൽ ഉറപ്പിക്കുക അത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഒരു പ്രസ്താവന തന്നതിന് ശേഷം അതിൽ നിന്നും ആ ഒരു പ്രസ്താവന ശരിയാണോ അത് ശരിയല്ലേ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യുക, അതിനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയും. ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു സെന്റൻസിലെ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് നോക്കാം. ഇവിടെ എന്തില്ല, ഓക്സിലറി ഇല്ല, മെയിൻ വെർബ് വന്നിട്ടുണ്ട്, വെർബ് ടു ആണ്. ഒരു സെന്റൻസിൽ വെർബ് ടു ആണ് വന്നിട്ടുള്ളത് എങ്കിൽ അവിടെ ഡിഡ് ആണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് അല്ലേ. ദെൻ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഡിഡിനെ നെഗറ്റീവ് ആക്കി, ഡിഡിൻ്റെ ആക്കി. ദെൻ ഇവിടുത്തെ സബ്ജക്റ്റ് ദ മാച്ച് ആണ്. അപ്പൊ ദ മാച്ചിന് തുല്യമായിട്ടുള്ള പ്രൊനൗൺ ഇറ്റ് ആണ്. അപ്പൊ ഡിഡ് ഇൻ ഇറ്റ് എന്നതാണ് ഇവിടുത്തെ ഉത്തരം, ഓപ്ഷൻ ഡി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഒരു ഫ്രൈസൽ വെർബും ഫ്രൈസൽ വെർബ് അല്ല, ഒരു ഓക്സിലറി വെർബും ഒരു പ്രൊനൗണും ചേർന്നതായിരിക്കും. അപ്പോൾ ഓക്സിലറി വെർബും പ്രൊനൗണും നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം. ദെൻ അടുത്തത് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ടു ദ head of the office who asks an employee who has come in late. വൈകി വന്ന ഒരു ജീവനക്കാരനോട് അവിടുത്തെ ആള് ചോദിക്കുകയാണ്, അവിടുത്തെ ഓഫീസർ ചോദിക്കുകയാണ്, ഓഫീസിന്റെ ഹെഡ് ചോദിക്കുകയാണ്, ഡു യു നോ വാട്ട് ടൈം ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ഇത് എത്ര സമയമായി എന്ന് അറിയുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇതിന്റെ ഉത്തരമായിട്ട് താഴെ പറയുന്നതിൽ ഏത് മറുപടിയാണ് പറയേണ്ടത്? സോ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഒരു ഗ്രാമർ സെക്ഷനിൽ ഒന്നുമല്ല, മറിച്ച് നമുക്ക് എങ്ങനെ പൊളൈറ്റ് ആയിട്ട് ഫോർമൽ ആയിട്ട് സംസാരിക്കാം എന്നുള്ള ആ ഒരു എബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, ഇപ്പോൾ എത്ര സമയമായി. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് വൈകി ചെല്ലുന്ന സമയത്ത് ടീച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഹെഡ്, നമ്മുടെ മാനേജർ ഇപ്പൊ എത്ര സമയമായോ എന്നറിയോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ സമയം എത്ര ആയി എന്ന് പറയുകയാണോ വേണ്ടത്? അല്ല, നേരെ മറിച്ച് കുറച്ച് ഞാൻ വൈകിപ്പോയി എന്നുള്ളൊരു ക്ഷമാപണം നടത്തുക. അതാണ് ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു പൊളൈറ്റ് ആയിട്ടുള്ള രീതി, അതാണ് അല്ലേ. അപ്പോൾ 10 o'clock ഒന്ന് സമയം പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ 10 o'clock മാഡം എന്നൊന്നും അല്ലെങ്കിൽ യെസ് മാം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, എത്ര സമയമാണെന്ന് എനിക്കറിയാമെന്ന് പറയേണ്ടതൊന്നും ആവശ്യമില്ല. നേരെ മറിച്ച് അവിടെ നമ്മൾ ക്ഷമാപണം നടത്തുകയാണ് വേണ്ടത്. ഐ ആം സോറി, ഐ ആം ലേറ്റ് മാഡം, അല്ലെ, മാഡം ഞാൻ കുറച്ച് താമസിച്ചു പോയി എന്ന് പറയുകയാണ് വേണ്ടത്. ഓക്കെ അല്ലേ. ദെൻ അടുത്തത് വേർഡ് മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. ടാൻറ്റമൗണ്ട് എന്ന വാക്കിനർത്ഥം
ഇക്വലന്റ് എന്നാണ് കേട്ടോ. ഇക്വലന്റ് എന്നാണ്. ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ തുല്യമായത് എന്നുള്ളതാണ്. അൺഈക്വൽ എന്ന് പറഞ്ഞാൽ തുല്യമല്ലാത്തത്. ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ടത്ര അല്ലെ. സഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ വേണ്ടത്ര അല്ലെ, വേണ്ടത്ര ഉള്ള ഒരു കാര്യത്തിനാണ് സഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഇൻസഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ അപര്യാപ്തം അല്ലെ. സഫിഷ്യന്റ് പര്യാപ്തം, ഇൻസഫിഷ്യന്റ് അപര്യാപ്തം. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോകാം. ടു ഹാവ് സ്റ്റിക്കി ഫിംഗേഴ്സ്, ഇതും ഇഡിയമാണ്. ഇഡിയം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. ടു ഹാവ് സ്റ്റിക്കി ഫിംഗേഴ്സ്, സ്റ്റിക്കി എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന എന്നാണ്. അപ്പൊ ഒട്ടിപ്പിടിക്കുന്ന വിരലുകളുള്ള എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും വിരലിൽ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തോണ്ടേ വരും. അഥവാ സ്റ്റീൽ, മോഷ്ടിക്കുക എന്നുള്ള അർത്ഥത്തിനാണ് കേട്ടോ. മോഷ്ടിക്കുക. അപ്പൊ ഈ മോഷണം എന്ന പ്രവണത ഒരു സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആയിട്ട് വരുന്ന ആളുകളുണ്ടാവും അല്ലെ. ക്ലെപ്റ്റോമാനിയക് എന്നാണ് നമ്മൾ അവരെ പറയാ, ക്ലെപ്റ്റോമാനിയക്. അപ്പൊ ടു ഹാവ് എ സ്റ്റിക്കി ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നുള്ള അർത്ഥമാണ്. മോഷണത്തിനുള്ള പ്രവണത ഉള്ള ആളുകൾക്കാണ് നമ്മൾ അങ്ങനെ പറയാറ്. Then when a statement impact, ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ഇമ്പാക്ട് ഉണ്ട് അല്ലെ എന്ന് പറയുന്നത് എപ്പോഴാണ് ഇറ്റ്സ് വാലിഡിറ്റി ഈസ് റീഇൻഫോഴ്സ്ഡ് ആണോ, അതിന്റെ വാലിഡിറ്റി അത് ഒന്നും കൂടി പുനർസ്ഥാപിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റി ചലഞ്ച് ചെയ്യുമ്പോഴാണോ, അല്ലെങ്കിൽ ഇറ്റ് അക്യൂസ് ദ ഫോഴ്സ് ഓഫ് ലോ, അതിന് ഫോഴ്സ് ഓഫ് ലോ അത് അക്വയർ ചെയ്യുമ്പോഴാണോ, അതല്ല ഇറ്റ് കൺസിഡേർഡ് ഒതന്റിക്, അതിനെ ആധികാരികമായിട്ട് പരിഗണിക്കുമ്പോഴാണോ, എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഒരു സ്റ്റേറ്റ്മെന്റ് ചലഞ്ച്, അതിന്റെ വാലിഡിറ്റി ചലഞ്ച് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അതിനെ കുറിച്ച് ഇംപാക്ട് എന്ന് പറയാറ്. ഓക്കെ അല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടുത്തെ ഉത്തരം വരുന്നത്. ഇത് ലീഗൽ വൊക്കാബുലറിയിൽ നിന്നും ഉള്ളതാണ്. ക്യോട്ടീഡിയൻ refers to the things that are. ക്യോട്ടീഡിയൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്? ഓർഡിനറി, സാധാരണമാണോ? എക്സ്ട്രാ ഓർഡിനറി, അസാധാരണം. സർപ്രൈസിങ്, അതിശയമുണ്ടാക്കുന്നത്. ഷോക്കിംഗ്, ഞെട്ടലുണ്ടാക്കുന്നത്. സാധാരണ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ക്യോട്ടീഡിയൻ എന്ന് പറയുന്നത് കേട്ടോ. സാധാരണ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ക്യോട്ടീഡിയൻ എന്ന് പറയുന്നത്. ദെൻ അണ്ടർഹാൻഡ് എന്ന് നമ്മൾ ഉപയോഗിക്കുക. അണ്ടർഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ താഴെ വെക്കുക, അഥവാ സീക്രട്ട് എന്നുള്ള അർത്ഥത്തിനാണ്. രഹസ്യമായി വെക്കുന്നതിനാണ് നമ്മൾ അണ്ടർഹാൻഡ് എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ഓപ്ഷൻ ഒന്നും അല്ല. അണ്ടർ സ്പെഷ്യൽ ഡെലിവറി അല്ല, ഹാൻഡ് റിട്ടേൺ അല്ല, സെൻഡ് ബൈ മെസ്സഞ്ചർ, അതൊന്നും നമ്മുടെ ഉത്തരമായിട്ട് വരികയില്ല. Then a malified action is done. Malified action എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അപ്പോൾ വൊക്കാബുലറിയിൽ നിന്നും നല്ലൊരു ചോദ്യം തന്നെ വന്നിട്ടുണ്ട് അല്ലേ, നല്ലൊരു ചോദ്യം. അപ്പോൾ വൊക്കാബുലറിക്ക് ഒന്നും കൂടി നമ്മൾ ഇമ്പോർട്ടൻസ് നൽകണം. ഇപ്പൊ മാലിഫൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് മനസ്സിലാക്കുക, ഒരു വേർഡിന് മുന്നിൽ മാൽ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് മീനിങ് ആ വരുന്നത് അല്ലെ. മാൽ അഡ്ജസ്റ്റ്മെന്റ്, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുക അല്ലെ. അപ്പൊ അതേപോലെ നെഗറ്റീവ് മീനിങ് ഉള്ളത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇത് രണ്ടും കളയാം. ഗുഡ് ഫെയ്ത്തും കളയാം, ഗുഡ് ടൈംസും കളയാം. ഒന്നെങ്കിൽ ബാഡ് ടൈംസ് ആയിരിക്കും, അല്ലെങ്കിൽ ബാഡ് ഫെയ്ത്ത് ആയിരിക്കും. ബോണഫൈഡ് കേട്ടിട്ടുണ്ടോ? മത്സര പരീക്ഷകളിൽ സ്ഥിരം വരുന്നൊരു വേർഡാണ് ബോണഫൈഡ്. ബോണഫൈഡ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായത് എന്നുള്ള അർത്ഥത്തിനാണ്, വിശ്വസിക്കാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പൊ വിശ്വസിക്കാൻ പറ്റാത്തത് ഇൻ ബാഡ് ഫെയ്ത്ത് ആണ് മാലിഫൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻ ബാഡ് ഫെയ്ത്ത്. ഓക്കെ ആണെന്ന് വരുന്നു. Then when you call it a day, you have decided to. നിങ്ങൾ ഒരു ദിവസത്തെ കുറിച്ച് call it a day, it a day എന്ന് പറഞ്ഞാൽ, call it a day എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? call it a day എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തേക്കുള്ളതായി എന്നുള്ള അർത്ഥത്തിനാണ്. എനിക്ക് ഇന്നത്തേക്കുള്ളതായി, ഇന്ന് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു വർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുമ്പോഴാണ് call it a day. ഓക്കെ, ഇന്നത്തെ ദിവസം റെഡിയായി, ഇനി അടുത്ത ദിവസം നോക്കാം, ബാക്കി അടുത്ത ദിവസം നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റോപ്പ് വർക്ക് എന്നുള്ളതാണ്. നമ്മൾ അധികം ഈ ഓപ്ഷനിൽ കിടന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ, തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഒക്കെ മനസ്സിൽ കയറും. അതുകൊണ്ടാണ് ചില ചോദ്യം വരുന്ന സമയത്ത് ഞാൻ ഓപ്ഷൻ അധികം വിശദീകരിക്കാത്തത് കേട്ടോ. Then pick out a word that is spelled incorrectly. താഴെ തന്നിരിക്കുന്നതിലോ ഇൻകറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വേർഡ് ഏതാണ്?
പ്ലെന്റിഫുൾ കറക്റ്റ് ആണ്. മാർഗറൈൻ കറക്റ്റ് ആണ്. കാനൻഡ്രം കറക്റ്റ് ആണ്. ഇൻഫ്രീക്വന്റ് എന്ന് പറയുമ്പോൾ INFRINGE, ഇവിടെ ഒരു ഇ കൂടിയുണ്ട്, EMENT എന്നാ പറയുന്നത്. അപ്പൊ ഇത് കറക്റ്റ് അല്ല. സോ നമ്മുടെ ആൻസറോ ഓപ്ഷൻ ഡി ആണ്. ഇൻകറക്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത 22ാമത്തെ ചോദ്യം. The sentence below is marked into 3 parts. Point out the part of the sentence which contains an error, or if indicate if there is no error at all. അപ്പോൾ താഴെ ഈ ഒരു സെന്റൻസിനെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. When I came back, my bike was gone. 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ തെറ്റുണ്ടെങ്കിൽ ആ ഭാഗം തെറ്റാണ്. എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി തെറ്റാണെന്ന് മാർക്ക് ചെയ്യുക. ഇനി ഒരു മിസ്റ്റേക്കും ഇല്ല എങ്കിൽ ഓപ്ഷൻ ഡി ആയിട്ട് നമുക്ക് നോ എറർ, എറർ ഇല്ല എന്നുള്ള അർത്ഥത്തിന് നോ എറർ കൊടുക്കാം. നോ എറർ കൊടുക്കാം. വെൻ ഐ കെയിം ബാക്ക്, ഞാൻ തിരിച്ചു വന്നപ്പോൾ മൈ ബൈക്ക് വാസ് ഗോൺ, എൻ്റെ ബൈക്ക് എന്ത് ചെയ്തു, പോയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ ബൈക്ക് ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ള അർത്ഥത്തിന്. അപ്പോൾ വെൻ ഇതെന്തായാലും കറക്റ്റ് ആണ്. വെൻ അവിടെ തെറ്റ് വരാൻ വേണ്ടിയുള്ള രീതിയിലുള്ള വേർഡ്സ് ഒന്നും അധികം വന്നിട്ടില്ല. ദെൻ ഐ കെയിം ബാക്ക്, അതും ഓക്കെ. ഐ കെയിം ബാക്ക്, ഞാൻ തിരിച്ചു വന്നപ്പോൾ, അത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ, സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റും വീറ്റും വന്നു. മൈ ബൈക്ക് വാസ് ഗോൺ, എൻ്റെ വാഹനം മോഷ്ടിക്കപ്പെട്ടു. അപ്പൊ ഇവിടെ എൻ്റെ വാഹനം പോയിട്ടുണ്ടോ എന്നുള്ള അർത്ഥത്തിന് പറയുമ്പോൾ ഇത് പാസീവ് വോയിസ് ആണ്, ആക്റ്റീവ് വോയിസ് അല്ല അല്ലേ. വാഹനം എന്തായാലും തനിയെ പോവുകയില്ലല്ലോ, അപ്പൊ ആരോ എടുത്തുകൊണ്ട് പോയി എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള സെന്റൻസിനെ നമ്മൾ പാസീവ് വോയിസ് ആക്കിയതാണ്. ഒരു സെന്റൻസിനെ, ഒരു സിമ്പിൾ പാസ്റ്റിനെ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് അവിടുത്തെ ഓക്സിലറി ഒന്നെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറെ ആയിരിക്കണം. ഇവിടെ സെന്റൻസ് സിംഗുലർ ആയതുകൊണ്ട് വാസ് കൊടുത്തു, അപ്പൊ അത് കറക്റ്റ് ആണ്. അവിടുത്തെ വെർബ് V3 ആയിരിക്കും, അതും കറക്റ്റ് ആണ്. ഗോ, വെന്റ്, ഗോൺ, V3 കറക്റ്റ് ആണ്. സോ ഇവിടെ തെറ്റൊന്നും വന്നിട്ടില്ല. അപ്പൊ നോ എറർ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. ഇവിടെ തെറ്റൊന്നും വന്നിട്ടില്ല. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇനി അടുത്തതിലേക്ക് പോകാം. വൺ ഹൂ ബ്രേക്സ് ഇമേജസ് യൂസ്ഡ് ഇൻ റിലീജിയസ് വർഷിപ്പ്. റിലീജിയസ് വർഷിപ്പിൽ ഉപയോഗിച്ച അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെയെല്ലാം, ഇമേജസിനെല്ലാം, സാധനങ്ങൾ എന്ന് പറയുന്നത് ഇമേജസ്, ചിത്രങ്ങളെയെല്ലാം ബ്രേക്ക് ചെയ്യുന്ന, അതിനെല്ലാം നശിപ്പിച്ച് കളയുന്ന ആൾ, അയാളെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ഇത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. ഇപ്പൊ ഒറ്റപ്പദം എന്ന് പറയില്ലേ, ഒരു സെന്റൻസ് വന്നിട്ട് അതിനെ ഒറ്റയായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഇതിന്റെ ആൻസർ വരുന്നത് ഐക്കണോക്ലാസ്റ്റ് ആണ്. അപ്പൊ ഇമേജസ് എന്നതിന്റെ മറ്റൊരു പദമാണ് ഐക്കൺ അല്ലെ, പ്രതീകങ്ങൾ. സോ ഐക്കണോക്ലാസ്റ്റ് എന്നതാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. കൺഫോമർ എന്ന് പറയുന്നത് പല രീതിയിൽ ടെക്നിക്കൽ ടേം ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. കെമിസ്ട്രിയിലും ബയോളജിയിലൊക്കെ പല പല ഉപയോഗത്തിന് നമ്മൾ കൊണ്ടുവരുന്നതാണ് കൺഫോമർ എന്ന പദം. ഫിജിറ്റീവ് എന്ന് പറയുന്നത് തടവ് ചാടിപ്പോയ അല്ലെങ്കിൽ ഒളിച്ചു നിൽക്കുന്ന വ്യക്തികളെ കുറിച്ച് സൂചിപ്പിക്കാനാണ്. തടവിൽ നിന്ന് ചാടിപ്പോയ ആളുകളെ സൂചിപ്പിക്കാനാണ്. ദെൻ എത്തിസ്റ്റ് എന്ന് പറയുന്നത് ദൈവവിശ്വാസമില്ലാത്ത ആളെ സൂചിപ്പിക്കാനാണ്. ഒരാള് ദൈവത്തിനെ കുറിച്ച് വിശ്വസിക്കുന്നില്ല എങ്കിൽ അയാളെ സൂചിപ്പിക്കാനാണ് എത്തിസ്റ്റ് നമ്മൾ പറയുന്നത്. വൺ ഹു ഡസന്റ് ബിലീവ് ഇൻ ഗോഡ്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഐക്കണോക്ലാസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഞാൻ എല്ലാത്തിലും ടിക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഞാനത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then the word entrepreneur is derived from, കണ്ടില്ലേ ഏത് ലാംഗ്വേജിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. The word entrepreneur is derived from French ആണ് കേട്ടോ. ഇത് ഫ്രഞ്ചിൽ നിന്നാണ് വന്നത്. അപ്പൊ entrepreneur EF അല്ലെ, ABCDEF അടുത്തടുത്ത് വരുന്ന പദങ്ങളാണല്ലോ. സോ ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരുന്നാലോ മറക്കില്ല. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ അടുത്തത് കാറ്റോപ്രോഫോബിയ ഒരു ഫോബിയയുടെ പേരാണ്. കാറ്റോപ്രോഫോബിയ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആരെക്കുറിച്ചുള്ള ഭയത്തെയാണ് നമ്മൾ കാറ്റോപ്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് സംതിങ് എന്നുള്ള അർത്ഥത്തിനാണ്.
കേട്ടോ. ഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് സംതിങ് എന്നുള്ള അർത്ഥത്തിനാണ്. ഫിയർ ഓഫ് സംതിങ്. അപ്പോൾ കുറച്ച് ഫോബിയാസിന്റെ പേര് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഫിയർ ഓഫ് സംതിങ്, കാറ്റോഫോബിയ. ഇവിടെ കാറ്റ് ഉള്ളത് കൊണ്ട് ചില ആളുകൾ ചാടി കയറി പൂച്ച എന്നതിലേക്ക് പോകും. ചില ആളുകൾ ചിന്തിക്കും എന്തായാലും അതായിരിക്കില്ല അല്ലെ, ഇവിടെ എന്തായാലും ക്യാറ്റ് ഉണ്ട്, ഇത്തരത്തിൽ എന്തായാലും ക്യാറ്റ് ആയിരിക്കില്ല, അത്രയ്ക്ക് എളുപ്പത്തിലൊന്നും എക്സാമിന് തരില്ല എന്ന് ചില ആളുകൾ ചിന്തിക്കും. സോ മനസ്സിലാക്കുക, കാറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഓഫ് മിറർ എന്നാണ്. ഇതാണ് ആൻസർ കേട്ടോ, ഇതാണ് ശരി ഉത്തരം. മിറർ എന്നതിന്റെ ഗ്രീക്ക് പദമാണെന്ന് തോന്നുന്നു ഈ കാറ്റോപ്രോ എന്ന് പറയുന്നത്. സോ മിറർ, കണ്ണാടിയിൽ നോക്കാൻ പേടിയുള്ള ആളുകളെ അയാൾക്ക് കാറ്റോഫോബിയ ഉണ്ട് എന്ന് പറയും. ഇനി ഇൻസെക്റ്റുകളെ പേടിയുള്ള ആളുകൾ, അവർക്ക് നമ്മളൊരു പേര് പറയും, എൻറ്റമോഫോബിയ. എൻറ്റമോഫോബിയ. ഇൻസെക്റ്റിനെ കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എൻറ്റമോളജി എന്നാ പറയുന്നത്. എൻറ്റമോളജി. അപ്പൊ ഇൻസെക്റ്റിനെ കുറിച്ചുള്ളത് എന്ന് സൂചിപ്പിക്കാനുള്ള പദമാണ് എൻറ്റമോ. അപ്പൊ ഇൻസെക്റ്റിനെ കാണുന്ന സമയത്ത്, പ്രാണികളെ കാണുന്ന സമയത്ത് അതിനെ പേടിയുള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. ചില ആളുകൾക്ക് വലിയ ആനിമൽസിനെ ഒന്നും പേടിയില്ല, ഒരു പാറ്റ അല്ലെങ്കിൽ ചെറിയ പ്രാണികളെ കണ്ടാൽ പേടിയുണ്ടാവും. ആ സമയത്ത് അവർ എൻറ്റമോ എന്ന് വിളിക്കുമെന്ന് ഓർത്തിരിക്കുക. എൻറ്റമോ. അപ്പൊ എൻറ്റമോഫോബിയ. ഓക്കെ അല്ലേ. ഇനി പൂച്ചകളെ കുറിച്ചുള്ള പേടി. പൂച്ചയെ പേടി. പൂച്ച ഒരു സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒരു ആനിമൽ ആണ് എങ്കിലും അതിന്റെ ഒരു ഗ്രീക്ക് പേര് നമുക്ക് അത്ര സാധാരണയായിട്ട് അറിയുന്ന ഒരു പേരല്ല. അലറോഫോബിയ എന്നാണ്. അലറോഫോബിയ കേട്ടോ, അലറോഫോബിയ. അപ്പൊ പൂച്ച എപ്പോഴും ഇങ്ങനെ ശബ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇങ്ങനെ അലറി വിളിച്ചുകൊണ്ടിരിക്കും. ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചില പൂച്ചകൾ. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പൂച്ചകളെ പേടി. അപ്പോൾ പൂച്ചകൾ അലറിക്കൊണ്ടിരിക്കുമെന്ന് ഓർക്കുക, അലറോഫോബിയ. അടുത്ത തണ്ടർ, ഇടി അല്ലെ. അപ്പൊ ഇടിമിന്നലുകളെ പേടി, തണ്ടർ ആൻഡ് ലൈറ്റിംഗ്, അതിന് നമ്മൾ പറയും ആസ്ട്രോഫോബിയ. അസ്ത്രം എന്നോർക്കുക. അസ്ത്രം അല്ലെ. പണ്ട് ഏതോ ഒരു ദേവന്റെ, ഇന്ദ്രനാന്ന് തോന്നുന്നു, ദേവന്റെ ഒരു വെപ്പൺ ആയിട്ടാണ് നമ്മൾ എന്തിനെ കണ്ടത്, ഇടിമിന്നലുകളൊക്കെ കണ്ടത്. അപ്പൊ അസ്ത്രം ഒരു വെപ്പൺ ആണല്ലോ. ആ രീതിയിൽ ആസ്ട്രോഫോബിയ. ഇപ്പൊ ഫോബിയാസ് നമ്മൾ പഠിക്കണം എന്നർത്ഥം. അടുത്തത് ബേബി മാർസ്പിയൽ. മാർസ്പിയൽ എന്ന് പറയുന്ന ഒരു ആനിമൽ ഉണ്ട്. അതിന്റെ കുട്ടിയെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുന്നത്? സോ യങ് വൺസ്, ആനിമൽസ് ആൻഡ് യങ് വൺസ് പഠിച്ചിരിക്കണം എന്നർത്ഥം. യങ് വൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇത് ഏത് ആനിമൽ ആണെന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഒരു ആനിമലിന്റെ പേര് അല്ല ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഉത്തരം ജോയ് ആണ് കേട്ടോ. മാർസുപ്പിയൽ എന്ന് പറയുന്ന ആനിമലിന്റെ യങ് വണ്ണിനെ നമ്മൾ എന്ത് പറയും? ജോയ് എന്ന് പറയും. ദെൻ ഫാരോ എന്ന് പറയുന്നത് പിഗ്സിന്റെ യങ് വണ്ണിനെയാണ്. പിഗ്സ് കേട്ടോ, പിഗ്സിന്റെ യങ് വണ്ണിനെയാണ്. ദെൻ അയോസ് എന്ന് പറയുന്നത് ഹോക്ക്, പരുന്ത് അല്ലെ, ഒരു തരത്തിലുള്ള പരുന്ത്, ഹോക്സിന്റെ യങ് വണ്ണിനെയാണ് നമ്മൾ അയോസ് എന്ന് പറയുന്നത്. ദെൻ മെഗാട്ട് എന്ന് പറയുന്നത് ഹൗസ് ഫ്ലൈ, ഒരു തരം ഹൗസ് ഫ്ലൈ ആണ്. മസ്കാപ്പ എന്ന് പറയും, ഒരു തരം ഹൗസ് ഫ്ലൈ ആണ് കേട്ടോ, ഒരു ഇൻസെക്റ്റ് ആണ്, നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഒരു പ്രാണിയാണ്. അതിന്റെ യങ് വണ്ണിനെയാണ് നമ്മൾ മെഗോട്ട് എന്ന് പറയുന്നത്. സോ ആനിമൽസ് ആൻഡ് യങ് വൺ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ദെൻ അടുത്തത് ദ ഡെവിൾസ് അഡ്വക്കേറ്റ്, അതൊരു പ്രയോഗമാണ്, ലീഗൽ വൊക്കാബുലറിയിൽ പെട്ടതാണ്. ഇപ്പൊ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ഡാഷ് ദ പോസിബിൾ ആർഗ്യുമെന്റ്സ് ഓഫ് ദ ഓപ്പോസിംഗ് സൈഡ്. ഇപ്പൊ പ്രതിഭാഗം, ഓപ്പോസിംഗ് എന്ന് പറയുന്നത് എതിർഭാഗം കൊണ്ടുവരുന്ന ഏതൊക്കെ തരത്തിലുള്ള ആർഗ്യുമെന്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഏതൊക്കെ ആർഗ്യുമെന്റ് ഉണ്ടോ അതിനെയെല്ലാം എന്ത് ചെയ്യുന്ന ആളാണ് ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്? അതിനെയെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ. അതിനെ എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല എന്നറിയാം, പിന്താങ്ങില്ല, അല്ലെങ്കിൽ അതിനെല്ലാം വെളിപ്പെടുത്തുകയില്ല. ഇപ്പൊ റെഫ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഒന്ന് നിരസിക്കുക, ഡിസഗ്രി ചെയ്യുക എന്നുള്ളത് ചില ആളുകൾ അങ്ങോട്ടേക്ക് പോകും. അത് ആയിക്കൂടെ, അങ്ങനെ അല്ല, അതിനെല്ലാം ടെസ്റ്റ് ചെയ്യാം. അതായത് നേര് എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ ചെയ്യുന്നത് പോലെ, മോഹൻലാൽ സിദ്ദീഖ് എന്ന് പറയുന്ന ആ ക്യാരക്ടർ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ആർഗ്യുമെന്റുകളും ഇങ്ങനെ നിരത്തുകയാണ്. ഇന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അതെല്ലാം ഇങ്ങനെ പരിശോധിക്കുകയാണ്.
അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് നമ്മൾ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന പ്രയോഗം പറയുന്നത്. അടുത്തത് എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ്. ഇതൊരു ഇഡിയമാണ് കേട്ടോ. ഇതൊരു ഇഡിയമാണ്, ഒരു പ്രയോഗമാണ്. നമ്മുടെ ഷേക്സ്പിയറിന്റെ ദ മെർച്ചന്റ് ഓഫ് വെനീസ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു പ്ലേ ഉണ്ട്. അതിൽ എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ് എന്ന അതിലെ ആ ഒരു ജൂത കഥാപാത്രം പറയുന്നുണ്ട്. അപ്പൊ ഡാനിയൽ എന്ന് പറയുന്നത് പ്രശസ്തനായിട്ടുള്ള ഒരു ബൈബിൾ ക്യാരക്ടറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത വളരെയധികം ബുദ്ധിപരമായിട്ട് ജഡ്ജ്മെന്റ് നടത്തും. അപ്പൊ വൈസ് ജഡ്ജ്മെന്റ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ വളരെ ബുദ്ധിപരമായിട്ട് ജഡ്ജ്മെന്റ് നടത്തുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എ ഡാനിയൽ കം ടു ജഡ്ജ്മെന്റ്. വിധി നിർണയിക്കാൻ ഒരു ഡാനിയൽ വന്നിട്ടുണ്ടോ? ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ അടുത്തതും ഒരു ലീഗൽ വെക്കാബുലറിയാണ്. അപ്പൊ ലീഗൽ വെക്കാബുലറി കുറച്ച് അധികം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന വളരെ ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലുള്ള വെക്കാബുലറീസ് അധികവും പ്രതീക്ഷിക്കുക. ആബേറ്റർ ഓഫ് ആൻ ഒഫൻസ്. ഒരു ഒഫൻസിൽ ആബേറ്റർ എന്ന് പറയുന്നത് അതിനെ ആ ഒരു ഒഫൻസിൽ ആ ഒരു കുറ്റകൃത്യത്തിൽ സഹായിക്കുന്ന ആളാണ്. അയാളെ കുറിച്ചാണ് നമ്മൾ ആബേറ്റർ എന്ന് പറയുന്നത്. ഒരു കുറ്റകൃത്യത്തിൽ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ് ആബേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സാൾട്ട്. ഇഡിയം ആണ്. അപ്പൊ ഇഡിയം നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. നമ്മൾ ഇഡിയമിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് 1-2 ക്ലാസ് നമ്മൾ ചെയ്യും കേട്ടോ. ടേക്ക് ഇറ്റ് എ പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ഒരു ഉപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സംശയം ഇട്ട് കൊടുക്കുക എന്നാണ്. ഒരു ഡൗട്ട് ഇട്ട് കൊടുക്കുക എന്നാണ്. ഒരു ഭക്ഷണത്തിൽ കുറച്ച് സാൾട്ട് കാണുന്ന സമയത്ത് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ഇതെന്ന് പറഞ്ഞാൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകളെ സംശയിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? അവരുടെ കൈവെള്ളയിൽ ഉപ്പ് വെച്ചു കൊടുക്കും. ഇപ്പോൾ വിചാരണ ചെയ്യുന്ന സമയത്ത് അവർ ടെൻഷൻ കൊണ്ട് കൈ ഉയർക്കും. അപ്പോൾ നമുക്കറിയാൻ കഴിയും ഇവർക്ക് എന്തോ മറച്ചു വെക്കാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു സംശയമുണ്ട്, ഒരാളിൽ നമുക്ക് സംശയമുള്ള സമയത്ത് അത് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി, അത് റിവീൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു നുള്ളു പഞ്ചസാരയല്ല, ഉപ്പ് കയ്യിൽ വെച്ച് കൊടുത്താൽ മതി. അതിനകത്ത് ചൂസ് ദ വേർഡ് മീനിങ് സിമിലർ ടു ദ വേർഡ് റാബിഡ്. റാബിഡ് എന്ന പദം റാബിഡ് എന്ന പദത്തിന് തുല്യമായിട്ട് വരുന്നത് ഏതാണ്? റാബിഡ് എന്ന പദത്തിന് തുല്യമായിട്ട് വരുന്നത് വെറുലന്റ് എന്നാണ് കേട്ടോ. വെറുലന്റ് ആണ്. റാബിഡ് എന്നതിനോ തുല്യമായിട്ട് വരുന്നത് വെറുലന്റ് ആണ്. ഓക്കെ ആണെന്ന് കരുതുന്നു. then അടുത്തത് pick out the correctly spelled word in each of the following groups. താഴെ തന്നിരിക്കുന്ന ഗ്രൂപ്പിൽ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇപ്പൊ എംബറാസ്മെന്റ്, ഇപ്പൊ ഓരോന്നിലും കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതനുസരിച്ചുള്ള പേര് ഇവിടെ നിന്ന് നോക്കുക. എംബറാസ്മെന്റ് ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് എംബറാസ്മെന്റ് ഇത് തന്നെയാണ് അല്ലെ? എംബറാസ്മെന്റ്. then കമ്പാരിറ്റീവ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ്, കമ്പാരിറ്റീവ്. ഓക്കെ അല്ലേ? then നിമോണിയ പിയിലാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? PNEUMONIA നിമോണിയ. അപ്പോൾ 1 2 4 1 2 4 വരുന്നത് 1 2 4. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ? 1 2 4. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോകാം. അടുത്തത് which of the following is an antonym of novice? നോവിസ് എന്നതിന്റെ എതിർലിംഗം ഏതാണ് എന്നാണ് ചോദ്യം. which of the following is an antonym of novice? നോവിസ് എന്ന് പറയുന്നത് നോവൽ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയത് അല്ലെ? പുതിയ ആളെ കുറിച്ച്, ഒരു ബിഗനറിനെ കുറിച്ച് ആണ് നമ്മൾ നോവിസ് എന്ന് പറയുന്നത് അല്ലെ? സ്കോളർ എന്ന് പറഞ്ഞാൽ പണ്ഡിതനാണ്. അപ്പൊ ഇതിവിടെ ഉത്തരമായിട്ട് വരില്ല. ഇഗ്നോറാമസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത, അത് അറിവില്ലാത്ത ആളെ കുറിച്ചാണ്.
വെറ്ററൻ എന്ന് പറഞ്ഞാൽ നല്ല പ്രാഗൽഭ്യമുള്ള ആളിനെ കുറിച്ചാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള. അപ്പൊ ആന്റോണിമാണ്, വിപരീത പദം, സമാന പദമല്ല, ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ പുതിയ ആൾ എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ പരിചയമുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾ. അപ്പൊ വെറ്ററൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നിയോഫൈറ്റ് എന്നത് ഇതിന്റെ ഒരു സിനോണിമാണ്. നോവിസ് എന്നതിന്റെ സിനോണിമാണ് നിയോഫൈറ്റ്. അപ്പൊ നിയോ എന്ന് പറഞ്ഞാൽ ന്യൂ ആണല്ലോ. ഇതേപോലെ നോവൽസ് അല്ലെങ്കിൽ നോവൽ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂ ആണ്. അപ്പൊ അത് സിനോണിമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്തത് പീസ് ഓഫ് റൈറ്റിംഗ് ഫുൾ ഓഫ് പ്രൈസ്. സ്തുതിഗീതം എന്ന് പറയും. ഒരാളെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ എഴുതുക. മൊത്തത്തിൽ സ്തുതികൾ മാത്രമായിട്ടുള്ള എഴുത്തുകളെ കുറിച്ച് നമ്മൾ പാനജോറിക് എന്നാ പറയുന്നത് കേട്ടോ. സ്തുതിഗീതങ്ങൾ അല്ലെങ്കിൽ സ്തുതി കാവ്യങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ എന്ന് കരുതുന്നു. സെർമൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ് സെർമൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതല്ല ഇവിടുത്തെ ഉത്തരം. അത് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ സെർമൺ ഉപയോഗിക്കുന്നത്. ദെൻ ഒബ്ലോഗിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾക്കെതിരെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഒബ്ലോഗി എന്ന് പറയുന്നത്. ദെൻ നെക്രോളജി. നെക്രോളജി ഒക്കെ ചരമവുമായിട്ട് ബന്ധപ്പെട്ട, നെക്രോ എന്ന് പറയുന്നത് ഡെഡ് പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ ചരമക്കുറിപ്പ് അല്ലെങ്കിൽ മരിച്ച ആളുകളുടെ പട്ടിക അതിനെക്കുറിച്ചുള്ള പഠനമായിട്ടൊക്കെ വരുന്നതാണ് നെക്രോളജി. അപ്പോൾ ഈ ഡെഡ് പേഴ്സന്റെ ഒരു ലിസ്റ്റ് ഒക്കെയാണ് നെക്രോളജിയിൽ വരുന്നത്. അപ്പൊ നെക്രോ എന്ന് പറയുന്നത് ഡെഡ് പേഴ്സൺ, റിലേറ്റഡ് ടു ഡെഡ് പേഴ്സൺ എന്ന് മനസ്സിലാക്കുക. ഡെഡ് പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ടതാണ് നെക്രോ. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്തത് choose the word which best expresses. അപ്പൊ സിനോണിമാണ്. The meaning of the word taciturn. Taciturn എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന, നന്നായിട്ട് സംസാരിക്കുന്ന ആൾ എന്നുള്ള അർത്ഥത്തിനാണ്. അല്ലെ, നന്നായിട്ട് സംസാരിക്കുന്ന, നേരെ ഓപ്പോസിറ്റ് ആണ്. നന്നായിട്ട് സംസാരിക്കാത്ത ആളാണ്. കമ്മ്യൂണിക്കേഷൻ അത്ര ഓക്കെ അല്ലാത്ത ആളുകളാണ് ടാസിറ്റോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് പരിചയമുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഉണ്ട്. അത് ആദ്യം തന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്യുക അല്ലെ. കമ്മ്യൂണിക്കേറ്റീവ് നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിനാണ്. ദെൻ ബാക്കിയുള്ളത് നോക്കുന്ന സമയത്ത് ഈ റെറ്റിസെന്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്ര കണ്ട് താല്പര്യമില്ലാത്ത ആളുകളെയാണ് നമ്മൾ റെറ്റിസെന്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഉത്തരം. ബാക്കിയുള്ളതെല്ലാം സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകൾ എന്ന അർത്ഥത്തിനാണ്. ഗ്രിഗോറിയസ്, ഗ്യാറുലസ് എന്നൊക്കെ പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീവ് എന്ന അർത്ഥത്തിനാണ്. അപ്പൊ ഇത് മൂന്നും നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ടാസിറ്റോൺ എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഇത് മാത്രമാണ് സംസാരിക്കാൻ വിമുഖത അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് വിമുഖത കാണിക്കുന്ന ആളെന്ന അർത്ഥത്തിന് വരുന്നത്. അടുത്ത ചോദ്യം, ചൂസ് ദ പെയർ ഇൻ വിച്ച് ദ വേർഡ്സ് ആർ ഡിഫറെന്റ്ലി റിലേറ്റഡ്. അപ്പൊ ഡിഫറെന്റ്ലി, വ്യത്യസ്ത രീതിയിൽ, അതായത് ഒറ്റപ്പെട്ട രീതിയിൽ. ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. അവിടെയെല്ലാം റിലേഷൻസ് അനുസരിച്ചാണ് പെയർ ചെയ്തിരിക്കുന്നത്. 3 റിലേഷൻസ് അനുസരിച്ചാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം മാത്രം വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓയിൽ ലാമ്പ്. ലാമ്പ് അല്ലെ, വിളക്ക് കത്തണമെങ്കിൽ ഓയിൽ വേണം. മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ പവർ വേണം അല്ലെ, പവർ വെച്ചാണ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ജീവൻ നിലനിൽക്കണമെങ്കിൽ ഓക്സിജൻ വേണം. ദെൻ ടാപ്പ്, വർക്ക് ചെയ്യണമെങ്കിൽ വെള്ളം വേണം എന്നുണ്ടോ? അല്ല, ടാപ്പിൽ നിന്നും വെള്ളം വരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ ടാപ്പ് വർക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശക്തി വെള്ളമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ബാക്കിയെല്ലാം ആദ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇവകൾ പ്രവർത്തിക്കുന്നത്. അതുണ്ട് എങ്കിലേ നമുക്ക് ഇന്നത് പ്രവർത്തിക്കാൻ കഴിയൂ എന്നുള്ള അർത്ഥത്തിനാണ്. അപ്പൊ ടാപ്പ് പ്രവർത്തിക്കുന്നത് അത് വെള്ളം അനുസരിച്ചല്ല, അതും പവറും മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് അല്ലെ, എയറൊക്കെ അനുസരിച്ചാണ്. ദെൻ 37ാമത്തത്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സെന്റൻസ് ഏതാണ് എന്നുള്ളതാണ്. ഐ നോ ദാറ്റ് യു വുഡ് പാസ്. നീ ജയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പൊ ഒരു സെന്റൻസ് എങ്ങനെ പറയുന്ന സമയത്ത് ദാറ്റ് യു വുഡ് പാസ് എന്ന് പറയുന്ന സമയത്ത് വുഡ് പാസ്റ്റ് അല്ലേ, വില്ലിന്റെ V2 അല്ലേ. അപ്പൊ ഈ ഭാഗത്തും V2 ആണ് വരേണ്ടത്.
അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ഓപ്ഷൻ ഡിയിലാണ് കറക്റ്റ് ആയിട്ട് വന്നത്. ഇവിടെയും പാസ്റ്റ് വന്നു, ഇവിടെയും പാസ്റ്റ് വന്നു. ഐ ന്യൂ, എനിക്കറിയുമായിരുന്നു ദാറ്റ് യു വുഡ് പാസ്. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് ടു അബ്ജ്യൂർ. അബ്ജ്യൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ടു അബ്ജ്യൂർ മീൻസ് റിനൗൺസ്, അല്ല ഒരു കാര്യം ശക്തമായിട്ട് തീരുമാനം എടുക്കുക, അതിനെക്കുറിച്ച് ശക്തമായിട്ട് നിലകൊള്ളുക എന്നുള്ള അർത്ഥത്തിനാണ് റിനൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ എന്ന് കരുതുന്നു. എ ക്രിമിനൽ ഹു ഹാസ് absconded. വീണ്ടും ലീഗൽ വൊക്കാബുലറിയിൽ നിന്നുള്ള ചോദ്യമാണ്. absconded എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഒളിച്ച് ഇരിക്കുകയാണെങ്കിൽ, ഹൈഡ് ചെയ്തിരിക്കുകയാണെങ്കിലാണ് നമ്മൾ absconded എന്ന് പറയുന്നത് കേട്ടോ. എ ക്രിമിനൽ ഹു ഹാസ് absconded എന്ന് പറഞ്ഞാൽ ഹൈഡിങ് എന്നാണ്. ദെൻ അടുത്ത ഇറ്റ് നെവർ സോ ദ ലൈറ്റ് ഓഫ് ഡേ. വീണ്ടും ഇഡിയം, അല്ല ഇഡിയംസ് വളരെയധികം പ്രധാനമാണ്. ഇഡിയംസിൽ നിന്നുള്ള അടുത്തൊരു ചോദ്യം, അതൊരിക്കലും പകൽ വെളിച്ചത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാലോ അത് നമ്മുടെ കാഴ്ചയിൽ നിന്നും സപ്രസ് ചെയ്തിരിക്കുക എന്നാണ് അർത്ഥം. ഇറ്റ് വാസ് സപ്രസ്ഡ് ഫ്രം വ്യൂ. നമ്മുടെ കാഴ്ചയിൽ നിന്നും അതിനെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ അടിച്ചമർത്തി വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിനാണോ? അല്ലെ, അതിന് നീ പകൽ വെളിച്ചം കാണില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചു വെക്കും, അല്ലെങ്കിൽ നിന്നെ അപകടത്തിൽപ്പെടുത്തും എന്നുള്ള അർത്ഥത്തിനാണ്. ഈ ഫയൽ എന്തായാലും പകൽ വെളിച്ചം കാണില്ല എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയല് അയാൾ എവിടെയോ ഹൈഡ് ചെയ്യും എന്നുള്ള അർത്ഥത്തിനാണ് അല്ലെ. Then choose the correct sequence of the codes given below. താഴെ തന്നിരിക്കുന്ന കോഡ് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ വേർഡ് ഓർഡർ ചോദിക്കും. അപ്പോൾ when he, അവൻ, എന്നിട്ട് കോഡ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. did not know he was nervous and heard the hue and cry what to do. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അർത്ഥം ഒന്ന് ആദ്യം ഗസ് ചെയ്യാം. അവൻ അറിയില്ല, അവൻ നെർവസ് ആയിരുന്നു, ശബ്ദവും കരച്ചിലൊക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്യണം? അപ്പൊ അവന് അറിയില്ല, അവൻ നെർവസ് ആയിരുന്നു, ശബ്ദവും കരച്ചിലും കേട്ടപ്പോൾ എന്ത് ചെയ്യണം? ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഗസ് ചെയ്യാൻ കഴിയണം. അവൻ ആ ശബ്ദവും കരച്ചിലൊക്കെ കേട്ട സമയത്ത് നെർവസ് ആയി എന്ത് ചെയ്യണമെന്ന് അവനൊരു പിടുത്തവും കിട്ടിയില്ല. അപ്പൊ അവനോ ശബ്ദവും കരച്ചിലും കേട്ട സമയത്ത് ആദ്യം നെർവസ് ആയി എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. ആൻഡ് ഡിഡ് നോട്ട് നോ, അവൻ അറിയില്ല എന്ത് ചെയ്യണം എന്ന്. When he heard the hue and cry, he was nervous and did not know what to do. ഈ ഒരു ക്രമത്തിലാണ് വരേണ്ടത്. ഇപ്പോൾ കോഡ് 1, 2 അല്ല കോഡ് 3, 2, 1, 4 3, 2, 1, 4. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 3, 2, 1, 4. ഓക്കെ ആണെന്ന് കരുതുന്നു. യെസ്, അത് തന്നെയാണ്. ദെൻ അടുത്തത് റെസല്യൂട്ട് എന്ന പദത്തിന്റെ അർത്ഥം ഡിറ്റർമൈൻഡ് എന്നാണ് കേട്ടോ. ഡിറ്റർമൈൻഡ്, ഉറച്ചത് എന്നാണ്. നമ്മൾ ന്യൂ ഇയർ റെസല്യൂഷൻ എന്നൊക്കെ പറയാറില്ലേ, ഉറച്ചത് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. ദെൻ ഏർണസ്റ്റ് മണി എന്ന് പറഞ്ഞാൽ മണി ടു കൺഫേം എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്റ്റിന് വേണ്ടി നമ്മൾ കൺഫേം ചെയ്തിരിക്കുന്ന മണിയെ കുറിച്ചാണ് നമ്മൾ ഏർണസ്റ്റ് മണി എന്ന് പറയുന്നത് കേട്ടോ. ഏർണസ്റ്റ് മണി ഒരു കോൺട്രാക്റ്റിന് വേണ്ടി നമ്മൾ കൺഫേം ചെയ്തിരിക്കുന്ന പൈസയ്ക്കാണ്. ഇതിനകത്ത് വീണ്ടും ലീഗൽ വെക്കാബുലറി ആണ്. പേഴ്ജറി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്ജറി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. എ ഫാൾസ് ടെസ്റ്റിമണി അണ്ടർ ഓത്ത്. ഒരു പ്രഖ്യാപനത്തിൽ വന്നിരിക്കുന്ന തെറ്റായിട്ടുള്ള ആ ഒരു സാക്ഷ്യത്തിനാണ്, ഒരു ടെസ്റ്റ് മണിക്കാണ് നമ്മൾ പെർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ലീഗൽ വൊക്കാബുലറി ആണ്. അപ്പോൾ അത് നന്നായിട്ട് നോക്കേണ്ട ഒരു ഏരിയ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ദെൻ ടു ഡിഫ്രൈ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒരു ചെലവിനുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ്. മീറ്റ് എക്സ്പെൻസസ് എന്നാണ് എൻ്റെ അർത്ഥം. ഡിഫ്രൈ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മീറ്റ് എക്സ്പെൻസസ്, ചെലവ് എന്നുള്ള കാര്യങ്ങൾ കൂട്ടിമുട്ടുക, കണ്ടെത്തുക എന്നുള്ള അർത്ഥം. Then അടുത്ത a diseases that affects a large number of people. ഒരുപാട് ആളുകൾക്ക് ബാധിക്കുന്ന അസുഖം. within a community, population or a region at the same time. ഒരേ സമയം ഏതെങ്കിലും
ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോപ്പുലേഷനിൽ മാത്രം ഉണ്ടാകുന്ന അസുഖത്തെ കുറിച്ച് നമ്മൾ എപ്പിഡമിക് എന്നാ പറയുന്നത്. ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ നടക്കുന്ന അസുഖത്തെ കുറിച്ച് നമ്മൾ എപ്പിഡമിക് എന്നാ പറയുന്നത്. ഇനി ഗ്ലോബലി നടന്നാൽ ഒരു അസുഖം നടന്നാൽ നമ്മൾ അതിനെ പാൻഡമിക് എന്ന് പറയും. ഒരു അസുഖം ഗ്ലോബലി നടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് പാൻഡമിക് എന്ന് പറയും. ഇനി ഒരു ഏരിയയിൽ തന്നെ ഒരു അസുഖം റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എൻഡമിക് എന്ന് പറയും. ഒരു ഏരിയയിൽ ഒരു അസുഖം റിപ്പീറ്റഡ് ആയിട്ട് വന്നാൽ എൻഡമിക് എന്ന് പറയും. ഇനി ഒരു അസുഖം റെഗുലർ ഇന്റർവെല്ലിലാണ് വരുന്നത് എങ്കിൽ അതിന് നമ്മൾ സ്പൊറാഡിക് എന്ന് പറയും. അപ്പൊ റെഗുലർ ഇന്റർവെല്ലിൽ വരുന്നതിന് സ്പൊറാഡിക്, അതിനെ റെഗുലർ ഇന്റർവെൽ കേട്ടോ, കൃത്യമായിട്ടുള്ള ഒരു ഇടവേളയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് സ്പൊറാഡിക് എന്ന് പറയും. റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എൻഡമിക് എന്ന് പറയും. ഗ്ലോബലി വന്നു കഴിഞ്ഞാൽ പാൻഡമിക് എന്നും പറയും. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. അടുത്ത മാരിറ്റിസൈഡ്. അപ്പൊ ആക്ട് ഓഫ് കില്ലിംഗ് എന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. ആക്ട് ഓഫ് കില്ലിംഗ്. അപ്പൊ ചില ആളുകളെ കൊല്ലുന്നതിന് ചില പ്രത്യേക പേരുകൾ നമ്മൾ പറയാറുണ്ട്. അതാണ് ആക്ട് ഓഫ് കില്ലിംഗ്. ഇപ്പൊ മാരിറ്റിസൈഡ് എന്ന് പറഞ്ഞാൽ ആരെ കൊല്ലുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ മാരിറ്റൽ നമ്മൾ പറയും. മാരിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈവാഹികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മാരിറ്റൽ ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഹസ്ബൻഡ് ഉണ്ടല്ലേ, ഭർത്താവിനെ കൊല്ലുന്നതിനാണ് മാരിറ്റിസൈഡ് എന്ന് പറയുന്നത്. അമ്മയെ കൊല്ലുന്നതിന് മാറ്റിസൈഡ് എന്നാണ്. ഒരു ഐയുടെ വ്യത്യാസം മാത്രമാണ് ഉള്ളത് കേട്ടോ. MATRICID മാട്രിസൈഡ് കണ്ടില്ലേ, ഒരു ഐയുടെ വ്യത്യാസമാണ് വരുന്നത്. മാട്രിസൈഡ് എന്നാണ് പറയുന്നത്. ഇതിനടുത്ത് അങ്കിളിനെ കൊല്ലുന്നതിന് അവൻക്ലിസൈഡ് എന്നാ പറയുന്നത്. അവൻക്ലിസൈഡ് എന്നാണ് പറയുന്നത്. AVUNCULICIDE. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ദെൻ എട്ടാമത്തത് പാജിനേഷൻ. പാജിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പബ്ലിക്കേഷനിൽ പേജ് നമ്പർ ഇട്ട് കൊടുക്കുന്നതിനാണ് പാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പേജ് നമ്പേഴ്സ് ഇൻ എ പബ്ലിക്കേഷൻ, ഒരു പബ്ലിക്കേഷനിലെ പേജ് നമ്പേഴ്സിനാണ് നമ്മൾ പാജിനേഷൻ എന്ന് പറയുന്നത്. ദെൻ റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ റിസ്ട്രൈൻറ്റ് കേട്ടോ. ഇല്ലീഗൽ റിസ്ട്രൈൻറ്റിനെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്, റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ലീഗൽ വൊക്കാബുലറിയിൽ പെടുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് തടസ്സം സൃഷ്ടിക്കുക, ഏതെങ്കിലും ആക്ഷന് നമ്മൾ ഇല്ലീഗലായിട്ട് ഒരാളെ ഏതെങ്കിലും പ്രവർത്തനം ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയ ആൾ, അതിനെക്കുറിച്ച് പറയുന്നതാണ് ഇല്ലീഗൽ റിസ്ട്രെയിൻ. അപ്പൊ റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഇല്ലീഗലായിട്ട് തടഞ്ഞു നിർത്തുക, ഏതെങ്കിലും ആക്ഷൻ ചെയ്യുന്നതിൽ നിന്നും പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നതിനാണ് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. Then how do you manage with so little to eat? കുറച്ച് മാത്രം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ ദ കറക്റ്റ് റീപ്ലേസ്മെന്റ് ഫോർ ദ അണ്ടർലൈൻ ഈസ്, അപ്പോൾ മാനേജ് വിത്ത് സോ ലിറ്റിൽ എന്നാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാനേജ് വിത്ത് സോ ലിറ്റിൽ, കുറഞ്ഞ കാര്യങ്ങൾ കൊണ്ട്, ഒരു മിനിമം എമൗണ്ട് കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഗെറ്റ് ബൈ എന്ന ഫ്രൈസൽ വെർബാണ്. അപ്പൊ ഫ്രൈസൽ വെർബ് എന്ന ഏരിയയിൽ നിന്നാണ്, ഫ്രൈസൽ വെർബ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മിനിമൽ എമൗണ്ട് കൊണ്ട് ചെയ്യുക എന്നർത്ഥം വരാൻ ഗെറ്റ് ബൈ എന്ന ഫ്രൈസൽ വെർബാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഗെറ്റ് ഓൺ എന്ന് പറയുന്നത് നമ്മൾ ഫ്രണ്ട്ലി റിലേഷൻ, ഒരാളുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിച്ചു എന്ന് സൂചിപ്പിക്കാനാണ് ഗെറ്റ് ഓൺ വരുന്നത്. ഫ്രണ്ട്ലി റിലേഷൻസിനെ സൂചിപ്പിക്കാൻ, ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് സ്ഥാപിച്ചു എന്ന് സൂചിപ്പിക്കാനാണ്. ഇനി ഗെറ്റ് ഓവർ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷമാവസ്ഥയിലേക്ക് നമ്മൾ വന്നു വീണു, അതിനുശേഷം നമ്മൾ അതിന് തിരിച്ചു വരിക, അതിനെ ഗെറ്റ് ബാക്ക്, അതിൽ നിന്നും റിക്കവർ ചെയ്യുക കേട്ടോ. അതിൽ നിന്ന് റിക്കവർ ചെയ്യുന്നതിനാണ് ഗെറ്റ് ഓവർ എന്ന് പറയുന്നത്. അപ്പൊ അസുഖത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസികാവസ്ഥയിൽ നിന്നോ നമ്മൾ തിരിച്ചു വരുന്നതിനാണ് ഗെറ്റ് ഓവർ എന്ന് പറയുന്നത്.
ഗെറ്റ് ഓഫ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു യാത്ര തുടങ്ങുക കേട്ടോ, ഒരു യാത്ര തുടങ്ങുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നും ലീവ് ചെയ്യുക. അപ്പൊ യാത്രയെ സൂചിപ്പിക്കാനാണ് ഗെറ്റ് ഓഫ് വരുന്നത്. സോ ഇത് ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. സോ വെക്കാബുലറിയിൽ നല്ല ഇമ്പോർട്ടൻസ് തന്നെയാണ് നമുക്കുള്ളത് അല്ലേ. ഒരുപാട് വെക്കാബുലറി, പ്രത്യേകിച്ച് ലീഗൽ വെക്കാബുലറിക്ക് നല്ല ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു 50 ചോദ്യം എടുത്തിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക ഏതൊക്കെയാണ് സ്ട്രോങ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏരിയ. അപ്പൊ ഗ്രാമർ പോർഷൻസിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്, വൊക്കാബുലറിയിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏരിയകളിൽ നിന്നാണ് കുറച്ചധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഈ 38ാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞ സമയത്ത് അർത്ഥം ജസ്റ്റ് ഒന്ന് മാറിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ അത് ഒന്നുകൂടി എടുത്തിരിക്കുന്നത്. ടു അബ്ജർ എന്ന് പറയുന്നയാല് തള്ളിപ്പറയുക എന്നുള്ള അർത്ഥത്താണ്. നമ്മളൊരു കാര്യം പറഞ്ഞ കാര്യത്തെ ഒരു തള്ളിക്കളയുക, അതിനാണ് ടു അബ്ജോർ എന്ന് പറയുന്നത് കേട്ടോ. റെനൗൺസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ കാര്യത്തെ നിഷേധിക്കുക, തള്ളിപ്പറയുക എന്നുള്ള അർത്ഥത്തിനാണ്. ഓക്കെ അല്ലേ? സോ ഇത് ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മുൻവർഷ ചോദ്യ പേപ്പർ അനാലിസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ലീഗൽ വൊക്കാബുലറിക്ക് നല്ല പ്രാധാന്യമുണ്ട്, അതേപോലെ ഇഡിയംസ് അതും നല്ല പ്രാധാന്യമുണ്ട്. ഫ്രൈസൽ വെർബിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട്. അതേപോലെ ഗ്രാമർ ഭാഗത്തിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ടെൻസ്, ആർട്ടിക്കിൾ തുടങ്ങിയ ഏരിയകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ അതേ പൾസിൽ തന്നെ ആയിരിക്കണമെന്നില്ല, എന്നാലും കഴിഞ്ഞ വർഷങ്ങളിൽ മുൻതൂക്കം നൽകിയിരുന്ന ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ പ്രാധാന്യത്തോടെ തന്നെ പഠിക്കണം. അപ്പോൾ നമുക്ക് തുടർന്ന് വരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിലൂടെ അവൈലബിൾ ആകുന്ന ക്ലാസ്സുകളിൽ ഇതെല്ലാം ഈ ഒരു ഏരിയകൾക്കെല്ലാം പ്രിഫറൻസ് നൽകിക്കൊണ്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുക, കുറച്ചുകൂടി ആക്യുറേറ്റ് ആക്കുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.